നിക്ഷേപ തുക കിട്ടാത്തതിനെ തുടർന്ന് കോഴിക്കോട് സഹകാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ നിർണായക ശബ്ദരേഖ പുറത്ത്. കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലെത്തി തീ കൊളുത്തും മുൻപ് ഇബ്രാഹിം ഹാജി BJP കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണൻ അയച്ച സന്ദേശമാണ് പുറത്തുവന്നത്. സന്ദേശത്തിൽ കടത്തനാട് ലേബർ കോൺട്രാക്ട് കോർപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഭരണസമിതി അംഗങ്ങൾക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകളുണ്ട്. ജനുവരി 16 ഞാൻ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും പരാതി കൊടുത്തേക്ക് സൊസൈറ്റി ഇത്ര ലക്ഷം ഉറുപ്പ്യ വാങ്ങിക്കൊണ്ട് ആ പൈസ എനിക്ക് ലാഭസഹിതം തരണം. ഒരു എഗ്രിമെന്റ് എനിക്ക് തന്നിക്ക് ജൂലൈ 30 ഉള്ളിൽ മുഴുവനും തരുമെന്നും പറഞ്ഞ് കണക്കൂട്ടിയിട്ട്. തന്റെ മരണത്തിന് ഉത്തരവാദി കടത്തനാട് ലേബർ കോൺട്രാക്ട് കോർപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അംഗങ്ങളാണ് എന്നാണ് ഇബ്രാഹിം സന്ദേശത്തിൽ പറയുന്നത്. ആദ്യഘട്ടത്തിൽ നിക്ഷേപിച്ച 28 ലക്ഷം രൂപയും പിന്നെ പലപ്പോഴായി നിക്ഷേപിച്ച മറ്റു തുകയും പലിശയും ഉൾപ്പെടെ 75 ലക്ഷത്തോളം രൂപ തിരികെ ലഭിക്കാനുണ്ടെന്നാണ് BJP നേതാവ് പ്രഫുൽ കൃഷ്ണയ്ക്ക് അയച്ച സന്ദേശത്തിൽ ഇബ്രാഹിമിന്റെ വെളിപ്പെടുത്തൽ. അദ്ദേഹത്തിന് വയ്യായിക ഉണ്ടായപ്പോൾ കുറച്ചെങ്കിലും പൈസ തിരിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഒരു പൈസ പോലും തിരിച്ചു കൊടുക്കാൻ ബാങ്ക് തയ്യാറായില്ല. കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരെയും കണ്ടു പറഞ്ഞിട്ടുണ്ട്. സ്ഥാപനം എന്ന് പറഞ്ഞാണ് ഭരണസമിതി അംഗങ്ങൾ പലരെയും കബളിപ്പിച്ചത്. പണം നിക്ഷേപിച്ചാൽ 1 ലക്ഷത്തിന് 1250 രൂപ വരെ ലാഭമുണ്ടാകുമെന്നും വിശ്വസിപ്പിച്ചു. കൂടാതെ ഡയറക്ടറായ റെനീഷിനു വേണ്ടി 11 ലക്ഷം രൂപയും ആവശ്യപ്പെട്ടു. മുൻ പ്രസിഡന്റ് സുധീർ കുമാർ, നിലവിലെ പ്രസിഡന്റ് ബഷീർ, സൊസൈറ്റി സെക്രട്ടറി പ്രീത എന്നിവരാണ് പണം ആവശ്യപ്പെട്ടതായി ആരോപണം. ഇനിയിപ്പോൾ എനിക്കെന്ത് മരണോ കാര്യമോ സംഭവിച്ചു കഴിഞ്ഞാൽ പൂർണ്ണ ഉത്തരവാദി പ്രസിഡന്റ്, സെക്രട്ടറി, ഡയറക്ടർ, ബിനീഷ്, പിന്നെ മജീദ് ഇവരെല്ലാം പൂർണ്ണ ഉത്തരവാദിയായിരിക്കും. കുറ്റക്കാർക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഒരു ആത്മഹത്യയല്ല, അതൊരു കൊലപാതകം തന്നെയാണ്. എന്നാൽ DCC സെക്രട്ടറി സുധീർ കുമാർ ഇപ്പോൾ DCCയുടെ ഭാഗമല്ലെന്നും സൊസൈറ്റിയുമായി കോൺഗ്രസ് പാർട്ടിക്ക് ബന്ധമില്ലെന്നും പറഞ്ഞ് വിഷയത്തിൽ നിന്നും തടിതപ്പുകയാണ് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ. സൊസൈറ്റിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ക്രമക്കേടുകളുണ്ടെന്ന് നേരത്തെ സഹകരണ വകുപ്പ് കണ്ടെത്തിയിരുന്നു. കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയിലേക്ക് മാർച്ച് നടത്തിയ DYFI പോസ്റ്റർ പതിച്ചു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.